ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ചിക്കൻ സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് തന്നെയാണിത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതാ ചൂടായി വന്നപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചു വെച്ചാൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. ഇപ്പം അതാ ചിക്കൻ ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു സവാളയുടെ പച്ച ടേസ്റ്റ് ഒക്കെ മാറി ആ ഒരു കടിയൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം സവാളയും വഴന്ന് വന്നിട്ടുണ്ട്. ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ചിക്കനുമായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കേണ്ടാത്തവർക്ക് വഴറ്റിയെടുക്കണ്ട കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ആ ക്യാപ്സിക്കത്തിന്റെ ടേസ്റ്റ് ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടിക്കോളും. അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഈ ഒരു ഇതിന്റെ കൂട്ടത്തിലാവുമ്പോൾ അതും കൂടെ അങ്ങ് അവരുടെ വയറ്റിലായിക്കോളൂ കേട്ടോ. കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ ഒരു ക്യാപ്സിക്കത്തിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. പച്ച ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ മതി കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറി വന്നതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ലെസ് മയോണൈസ് ആണ് കേട്ടോ. ഹോം മെയ്ഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മയോണൈസ് ആണ്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാലും വെളുത്തുള്ളിയും ഓയിലും ചേർത്തിട്ടുള്ള വിനാഗിരിയും ഉപ്പും അത്രയും ചേർത്തിട്ടുള്ള മയോണൈസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് ഒക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിന് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ഫില്ലിങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രെഡിലായിട്ട് നമുക്കിതുപോലെ ടൊമാറ്റോ സോസ് അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതും ആവശ്യത്തിന് ആക്കി കൊടുക്കാം കേട്ടോ. എത്രത്തോളാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ബ്രെഡിന്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ മയോണൈസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതുപോലെ എല്ലാ ഭാഗവും ഒരേ കനത്തിലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഈ ഒരു ലീഫും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലെറ്റ്യൂസ് ആണ്. ലെറ്റ്യൂസിന്റെ ഗ്രീൻ ആണ് കേട്ടോ. വൈറ്റ് ഉണ്ട്. വൈറ്റ് ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ അത്രക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇല്ല. നമ്മളെ ബർഗറിലൊക്കെ വെക്കുന്ന ആ ഒരു ലീഫാണ്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് മറ്റേ സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നീ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഫ്രൈ പാനിൽ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ബട്ടർ എന്തെങ്കിലും ആക്കിയിട്ട് അല്ലെങ്കിൽ വെറുതെ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഉള്ള സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്